CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ജില്ലാ സമ്മേളനങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. കൊല്ലത്താണ് ആദ്യത്തെ ജില്ലാ സമ്മേളനം. കൊല്ലം ജില്ലയിൽ ജില്ലാ സമ്മേളനം തുടങ്ങുമ്പോൾ പാർട്ടി നേതൃത്വം ഉറ്റുനോക്കുന്നത് വിഭാഗീയതയും അതുപോലെ തന്നെ നേതൃത്വത്തിനെതിരായി അണികൾ അല്ലെങ്കിൽ അംഗങ്ങൾ ഉന്നയിക്കാനിടയുള്ള ആരോപണങ്ങളെക്കുറിച്ചുമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം അണികൾക്ക് ആവേശം കെടുത്തിയിട്ടുണ്ട്. കാരണം കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് മികവുറ്റ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്ന ആരോപണമുണ്ട്. മുകേഷിന് പകരം മറ്റ് രണ്ടാളുകളെ പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ മുകേഷിനെ എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. പരാജയം ക്ഷണിച്ചു വരുത്തിയതാണെന്നും ഈ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിനിധികൾ ആരോപണം ഉന്നയിക്കാം. പ്രതിനിധി സമ്മേളനം അങ്ങനെ വാഗ്വാദത്തിലേക്ക് നീങ്ങും എന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട സംഭവം. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലാകട്ടെ രണ്ട് നേതാക്കൾ രണ്ട് തട്ടിലാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടിയും അതുപോലെ തന്നെ DYFയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ PR വസന്തനും തമ്മിൽ കൊമ്പ് കോർത്ത് നിൽക്കുകയാണ്. ഇതിൽ ഒരു വിഭാഗത്തിന് മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൻ്റെയൊക്കെ പിന്തുണയുണ്ട്, ഒരു വിഭാഗത്തിന് ആ പിന്തുണയില്ല. അങ്ങനെയാണ് വിഭാഗീയത അണപൊട്ടി പ്രത്യക്ഷ സമരമായി പരസ്യ സമരമായി മുദ്രാവാക്യം വിളികളായി മുന്നോട്ട് വന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനമായി പോകുന്ന അവസ്ഥയ്ക്ക് വരെ പാർട്ടി നേതൃത്വം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നെ അത് പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ, അതായത് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തുകയും ജില്ലാ നേതൃത്വം പെട്ടെന്ന് കൂടുകയും ഈ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ ചുമതല ഏൽപ്പിക്കുകയുമാണ് ചെയ്തത്. ചുരുക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൊല്ലം ജില്ലയിൽ ഉടലെടുക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ പ്രതിനിധികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത തലവേദന സൃഷ്ടിക്കുന്നത് തന്നെയാകും. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ. രണ്ട്, വിഭാഗീയത. ഇപ്പോഴും പല ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും കൂടിയിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. കാരണം മത്സരത്തിലേക്ക് കടന്ന ഒരു സ്ഥലത്തും സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാതെയാണ് ജില്ലാ സമ്മേളനം വരുന്നതെന്ന വലിയ വിമർശനവും പാർട്ടി നേതൃത്വത്തിന് നേരിടേണ്ടി വരും. ഇനി ജില്ലാ സെക്രട്ടറി ആരായിരിക്കും? ജില്ലാ സെക്രട്ടറിയായി S. സുദേവന് ഒരു ചാൻസ് കൂടി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടൈം കൂടി അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി ഇരിക്കട്ടെ എന്ന ഒരു ആഗ്രഹം സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു പക്ഷത്തിനുണ്ട്. ജില്ലാ നേതൃത്വത്തിലും ഒരു പക്ഷത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ ഏണസ്റ്റിനെ പോലുള്ള മറ്റ് ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം S. സുദേവന് 2 തവണയായി, ഇത് 3-ാം തവണ കൂടി കൊടുക്കേണ്ടത് ശരിയാണോ? അതോ സോമപ്രസാദ്, ജയമോഹൻ തുടങ്ങിയ വേറെ നേതാക്കളുണ്ട്, ഏണസ്റ്റ് തുടങ്ങിയ ആളുകളുണ്ട്, ഇവരിൽ ആർക്കെങ്കിലും ജില്ലാ സെക്രട്ടറിയുടെ പദവി നൽകുമോ എന്നും വളരെയധികം ചർച്ചകൾ നടക്കും. ജില്ലാ സെക്രട്ടറി മാറുകയാണെങ്കിൽ സുദേവൻ സംസ്ഥാന മേൽഘടകത്തിലേക്ക് തന്നെ നിൽക്കും. ഈ കീഴ്ഘടകത്തിൽ, ജില്ലാ ഘടകത്തിൽ ഏണസ്റ്റൊക്കെ സെക്രട്ടറിയായി വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഏതായാലും കൊല്ലം ജില്ലയിലെ പ്രതിനിധി സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ തന്നെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ വിഭാഗീയത, പ്രത്യക്ഷത്തിൽ വിഭാഗീയതയൊന്നും പുറത്തറിയിക്കാതെ ഒതുക്കി തീർക്കാനുള്ള സമവായത്തിലൂടെ നേതാക്കളെ നിശ്ചയിക്കാനുള്ള പുതിയ കമ്മിറ്റിയെ നിശ്ചയിക്കാനുള്ള നീക്കമായിരിക്കും നടക്കുക എന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. അതുമാത്രമല്ല, പുതിയ ആളുകൾക്ക്, പഴയ കുറേ ആളുകളുണ്ട്, അവരെ ഒഴിവാക്കിയിട്ട് പുതിയ കുറച്ച് ആളുകൾക്ക് കൂടി ജില്ലാ കമ്മിറ്റിയിൽ അവസരം നൽകണം അല്ലെങ്കിൽ പദവികൾ നൽകണം എന്ന ആലോചനയും ഈ സമ്മേളനത്തിൽ നടക്കും. കാരണം ആതിഥേയ ജില്ല കൂടിയാണ്. സംസ്ഥാന സമ്മേളനവും കൊല്ലം ജില്ലയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ജില്ലാ സമ്മേളനം കേരളത്തിൽ കൊല്ലത്ത് നടക്കുമ്പോൾ സംസ്ഥാന സമ്മേളനവും കൊല്ലത്ത് തന്നെ നടക്കാനിരിക്കുമ്പോൾ ഈ സമ്മേളനം, അതായത് ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് നിർണായകമാണ് CPM-ന്റെ കാര്യത്തിൽ. കാരണം ഇവിടെയുള്ള നേതാക്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, പ്രതിനിധികൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ ചിന്താക്കുഴപ്പത്തിലാക്കും, പ്രതിസന്ധിയിലാക്കുന്നതാണെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.